ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അഭിരാമി എഴുതിയിരിക്കുന്ന മെയിൽ കേൾക്കാം. മാഡം, എൻ്റെ പേര് അഭിരാമി, 27 വയസ്സുണ്ട്, വിവാഹിതയാണ്. ഭർത്താവ് ഗൾഫിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും അമ്മമാർ മാത്രമേ ഉള്ളൂ. 2 അമ്മമാരുടെ ഭർത്താക്കന്മാർ പണ്ടേ മരിച്ചു പോയതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു സഹോദരൻ വിദേശത്താണ്. അവനെന്തായാലും വന്ന് കൂടെ നിൽക്കാൻ പറ്റുകയില്ല. പിന്നെ അമ്മ തനിയെ ജീവിച്ച് പഠിച്ചല്ലേ പറ്റൂ. പക്ഷേ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭർത്താവിൻ്റെ അനിയൻ അവൻ 6 മാസം കഴിഞ്ഞപ്പോൾ വിവാഹിതനായി. അവനും ഭാര്യയും വന്നതിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. ഭർത്താവ് ഗൾഫിലാണല്ലോ. പുള്ളി 1 വർഷം 1.5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് വരിക. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 12 വർഷമായി. സാമ്പത്തികമായി നല്ല നിലയിലുള്ള ആൾക്കാരാണ് ഞാനും പിന്നെ എൻ്റെ ചേട്ടനും. ഞങ്ങൾ 2 പേരും അമ്മയുടെ കൂടെ എപ്പോഴും അത് കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം എൻ്റെ അമ്മയുടെ കൂടെ ആരുമില്ലായിരുന്നു. അമ്മ തനിയെ ജീവിച്ചു. പക്ഷേ അമ്മയ്ക്കതിൽ പരിഭവമൊന്നുമില്ലായിരുന്നു. ഞാൻ ഓർത്തത് ഇത്രയും കാലം എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു, പിന്നെ ഞാനും അങ്ങ് പോയി, ചേട്ടനും അങ്ങ് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നീ ധൈര്യമായിട്ട് താമസിച്ചു, ഇവിടെ എന്താ അടുത്ത വീട്ടുകാരൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഇങ്ങോട്ട് സമാധാനിപ്പിക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. 8 മാസം കഴിഞ്ഞ് അനിയൻ കല്യാണം കഴിച്ചപ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ മുഖത്ത് പണ്ട് ഞാൻ ഒന്നിച്ച് ജീവിച്ച ഒരു സന്തോഷമൊന്നും കണ്ടില്ല. നേരത്തെ തനിയെ പോകാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും എവിടെ പോകാനും ഞാൻ കൂടെ വേണം. ഇത് പക്ഷേ ഞാൻ ചെന്നതിൽ പിന്നെ നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകാം, അല്ലെങ്കിൽ കടയിൽ പോകാം, അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, നീ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മ പോവുകയാണ്. അമ്മയുടെ കെട്ടിലും മട്ടിലും നടത്തത്തിലുമൊക്കെ ഒത്തിരി മാറ്റം ഞാൻ കണ്ടു. നേരത്തെ ഡൈ അടിക്കാനൊക്കെ വിമുഖത കാട്ടിയിരുന്ന അമ്മ ഇപ്പോൾ ഡൈ ഒക്കെ കറക്റ്റായിട്ട് അടിച്ച് ചെറുപ്പക്കാരെ പോലെ നല്ല നൈറ്റ് ക്രീമൊക്കെ ഉപയോഗിച്ച് പാദങ്ങൾ ഒക്കെ നന്നായി വൃത്തിയാക്കി രാത്രിയാകുമ്പോൾ ക്രീമൊക്കെ പുരട്ടി സുന്ദരമായി സൂക്ഷിക്കും. എൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നും പറയുകയില്ല, ചെറുപ്പക്കാരിയാണ്. പക്ഷേ ഇതുവരെ അമ്മയ്ക്ക് ഇങ്ങനെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ ഞാൻ ഇഷ്ടംപോലെ ക്രീമുകൾ വാങ്ങിച്ചു കൊടുത്താൽ അമ്മ പറയും, ഓ ഇനി പ്രായമായില്ലേ, ആർക്ക് വേണ്ടിയിട്ടാ, ഭർത്താവും പോയി എന്ന് പരിതപിച്ചുകൊണ്ടിരുന്ന അമ്മ ഇപ്പോൾ വേറെ ഒരു രീതിയിൽ ഫാഷനബിളായി നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്ഭുതമായി. ഇതിനിടയ്ക്ക് ഞാനിവിടെ വന്നു പോയെങ്കിലും ഇത്രയും മാറ്റമുണ്ടായത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഒരു ദിവസം അമ്മയോട് തുറന്നു ചോദിച്ചു, അമ്മ എന്താണ് ഇപ്പോൾ ഒരുമാതിരി കൊച്ചു പെൺപിള്ളേരെ പോലെ നടക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അതെന്താടി, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, നിങ്ങളെ 2 മക്കളെ പെറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കല്യാണം 18ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. 19ാമത്തെ വയസ്സിൽ മൂത്ത മകനുണ്ടായി. അത് കഴിഞ്ഞ് താമസിയാതെ നീയും ഉണ്ടായി. അപ്പോൾ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ നേർക്ക് ചാടി. അല്ല, ഞാൻ ചോദിച്ചതാണ്. ഇത്രയും കാലമായിട്ട് അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞ ശേഷം അമ്മ ഒരുമാതിരി വിധവാക്കോലം കെട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ദേ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു, പുതിയ സാരികൾ വാങ്ങിക്കുന്നു, നല്ല ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു, ഫാഷൻ പരേഡിനെ പോലെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കിപ്പോൾ അങ്ങനെ തോന്നി. എൻ്റെ കടങ്ങളെല്ലാം കഴിഞ്ഞു. എൻ്റെ മകൻ വിദേശത്ത് പോയി സെറ്റിലായി. പിന്നെ മോള് നിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, എനിക്ക് ഒരുങ്ങി നടക്കരുതോ? അപ്പോൾ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഒരുങ്ങി നടക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അതൊന്നും നീ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല, എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഷോ, വല്ലാത്തൊരിതായി പോയല്ലോ. അമ്മയ്ക്ക് കൂട്ടുവന്ന് ഞാൻ അയ്യാടാന്നായിപ്പോയി. പക്ഷേ ചില ദിവസങ്ങളിൽ അമ്മ, ഞാൻ എൻ്റെ കൂട്ടുകാരിയുണ്ട്, അവളുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. ഏത് അമ്പലത്തിലാണെന്ന് ചോദിക്കുമ്പോൾ പറയും, അവൾ ഏതോ ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ് കേട്ടു, ഞങ്ങൾ താമസിക്കും വരാൻ കേട്ടോ, നീ ഇവിടെ ഇരുന്നോണേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഈ പോക്കും വരവും കണ്ട് എനിക്ക് നല്ല സംശയം തോന്നി. ആരായാലും സംശയിക്കില്ലേ മാഡം? ഒരു ദിവസം അമ്മ പറഞ്ഞ കൂട്ടുകാരിയെ ഞാനൊന്ന് കണ്ടു. അല്ല ആൻറ്റി, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏത് അമ്പലത്തിലാണ് പോയേ? അവർ പറഞ്ഞു, ഏത് അമ്പലത്തിൽ? ഞാൻ അമ്പലത്തിൽ പോയിട്ടും 2 മാസമായി മോളെ എന്ന് പറഞ്ഞു. അയ്യോ, എൻ്റെ അമ്മ പറഞ്ഞല്ലോ നിങ്ങൾ 2 പേരും കൂടെ ഏതോ അമ്പലത്തിൽ പോയി, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ് വൈകിട്ടാണല്ലോ വന്നേന്ന്. അയ്യോ, അവൾക്കെന്താ തലയ്ക്ക് വട്ടാന്നോ? എന്നെ അവൾ അമ്പലത്തിൽ പോകാൻ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയായിരുന്നു എന്ന് പറഞ്ഞു. ഷോ, എനിക്ക് ആ കൂടി കൺഫ്യൂഷനായി. ഈ ഒരു സംശയം അത് എൻ്റെ ഉള്ളിൽ കിടന്ന് ജ്വലിച്ചു. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും, എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 2 കൽപ്പിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നാളിൽ ആ ആൻറ്റിയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് പോയത്? രാവിലെ പോയല്ലോ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട്.
തിരിച്ചു വന്നത് വൈകിട്ട് 5 മണിയായപ്പോൾ. അത്ര നേരം അമ്പലത്തിൽ എന്തെടുക്കുകയായിരുന്നു? എല്ലാവരും എന്തിനടി അമ്പലത്തിൽ പോകുക? പ്രാർത്ഥിക്കാനല്ലേ? ഞാനും അതിനാ പോയത്. എന്നാലും ഇത്ര നേരം എന്തെടുക്കുകയായിരുന്നു? നീ എന്തിനാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അമ്പലത്തിൽ സപ്താഹമോ ഉത്സവമൊക്കെ കാണും, അതൊക്കെ കണ്ടിരുന്നു. കുറച്ച് ദൂരെയാണ് പോയത്. അതൊക്കെ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ ആൻറ്റിയെ കണ്ടിരുന്നു. ആൻറ്റി പറഞ്ഞു നിങ്ങൾ തമ്മിൽ സൂപ്പർ മാർക്കറ്റിലല്ലാതെ ഒരമ്പലത്തിലും പോയിട്ടില്ലെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എടീ നീ വെറുതെ എൻ്റെ പുറകെ നടന്ന് ഞാനവിടെ പോകാൻ നോക്കേണ്ട കാര്യമില്ല. അവളുടെ കൂടെയല്ല ഞാൻ പോയത്. എനിക്ക് അവൾ മാത്രമല്ല വേറെ കൂട്ടുകാരികളുമുണ്ട്. പക്ഷേ അമ്മ അവരുടെ പേരാണല്ലോ പറഞ്ഞത്. ആ, അവളുടെ പേരാണോ പറഞ്ഞത്? ഞാൻ മറന്നുപോയി. വേറെ ആരുടെയും പേര് തെറ്റി പറഞ്ഞിരിക്കും. എനിക്ക് ഒത്തിരി കൂട്ടുകാരികളുണ്ട്. അവരുടെ കൂടെ ഞാൻ പോയി. പണ്ട് അമ്മ എങ്ങനെ പോകില്ലായിരുന്നല്ലോ, ഇപ്പോഴാണ് എനിക്ക് പോകാൻ തോന്നിയത്. അതിന് നിനക്കെന്താടി? നിനക്ക് ഭർത്താവായില്ലേ? നീ ഭർത്താവിനോട് ചൊല്ലിക്കൊണ്ടിരിക്കേ എന്തിനാണ് ഞാൻ അങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ടു. കാര്യമായ എന്തോ ഒരു സംഗതി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ കാണും, അല്ലെങ്കിൽ ഈ ഒരു 8 മാസത്തിനിടയ്ക്ക് ഏതോ ഒന്ന് കൊളുത്തി കയറി പിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ ഓർത്തു, അങ്ങനെയുണ്ടെങ്കിൽ അമ്മയുടെ സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കാമല്ലോ എന്ന്. പക്ഷേ എങ്കിലും എനിക്ക് പുറത്ത് ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ രഹസ്യം ഒന്ന് കണ്ടുപിടിക്കണം. അല്ല, അമ്മ ഇപ്പോൾ പറയുകയാണ് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കല്യാണമൊക്കെ നടത്തി കൊടുക്കാൻ പോലും എനിക്ക് ചേട്ടനും മടിയില്ല. പിന്നെ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുകയും ഒളിക്കുകയും ചെയ്യുന്നത്? എന്തായാലും ഇനി പുറകെ പോയി നോക്കണം. പക്ഷേ ഞാനിങ്ങനെ ചോദിച്ചതിൽ പിന്നെ അമ്മ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലങ്ങ് പോയി നിന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മ ഇവിടെ തനിച്ച് ജീവിച്ചോട്ടെ. പക്ഷേ ഹസ്ബൻഡിനോട് എനിക്ക് പറയാൻ മടിയായിരുന്നു. കാര്യം അവിടെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അമ്മയോടെ പോയി നിൽക്കുക, അമ്മയ്ക്ക് കൂട്ടിന് ആരുമില്ലെന്നൊക്കെ പറഞ്ഞ്. അമ്മായിമ്മ അപ്പോഴേ പറഞ്ഞതാണ്, എടി വേണ്ട നീ ഇവിടെ നിൽക്കാമെന്ന്. പക്ഷേ അവരെ ധിക്കരിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ചെല്ലാൻ പറ്റുമോ? എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്, സിന്ധു ചേച്ചി. അമ്മയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. കാര്യം അമ്മയ്ക്ക് അവരെ ഇഷ്ടമല്ല, അവരെ അമ്മയ്ക്കും ഇഷ്ടമല്ല. എന്നാൽ എന്നോടും ചേട്ടനോടൊക്കെ നല്ല കാര്യമാണ്. ഒരു ദിവസം അമ്മ രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് ഈ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു. ചേച്ചി ശ്രദ്ധിക്കാറുണ്ടോ അമ്മേ? രാവിലെ ഇറങ്ങിപ്പോവുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞാണ് പോകുന്നത്. എല്ലാം ദൂരെയുള്ള അമ്പലങ്ങളുടെ പേരാണ് പറയുന്നത്. ഇവിടുന്ന് 3-4 മണിക്കൂറുള്ളത്. ഇപ്പോൾ ഇത്രയും ഭക്തി എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, എടി നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു കാറിൽ ഒരുത്തൻ വന്ന് നിൻ്റെ അമ്മയെ 2-3 വട്ടം കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് ഞാൻ കണ്ടതാണ്. നിങ്ങളുടെ വല്ല ബന്ധുവായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഒരു ദിവസമില്ലേ മോളെ, ഞാനാണെങ്കിൽ ടൗണിൽ കൂടെ നടക്കുകയാണ്. നമ്മുടെ ടൗൺ ഹാളിൻ്റെ അവിടെ വരുമ്പോഴേക്കും അതിൻ്റെ സൈഡിൽ കൂടെ റോഡില്ലേ, ആ റോഡ് ഇങ്ങനെ ഹൗസിംഗ് കോളനിയിലോട്ടോ മറ്റല്ലേ പോകുന്നത്. അവിടുന്ന് അങ്ങേരും നിൻ്റെ അമ്മയും കൂടെ ദൂരെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് 2 പേരും കൂടെ പിന്നെയും തിരിഞ്ഞ് ആ ഹൗസിംഗ് കോളനിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഈ 2 സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരോട് ഞാൻ മിണ്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ചോദിക്കാനൊന്നും പോയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് എനിക്കും തോന്നി. പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല എന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ നിനക്കും ഇതിൽ ഒരു സംശയമുണ്ടല്ലേ? അപ്പോൾ നിൻ്റെ അമ്മയെ നീ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ഏത് പ്രായമാണെങ്കിലും ഏത് ട്രാപ്പിൽ ചെന്ന് പെടാം. അതുകൊണ്ട് നീ നിൻ്റെ അമ്മയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നും ഭക്തിയുടെ പുറകെയാണോ പോകുന്നത്, അതോ ഇനി ഭക്തന്മാരുടെ പുറകെയാണോ പോകുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരോട് പറയണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനായിട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് ഒരു നെഗറ്റീവ് അവർക്ക് മുന്നിൽ ഇട്ട് കൊടുത്തില്ലേ? എങ്കിലും അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. അവർ കണ്ടതാണല്ലോ. അമ്മയോട് ഇത് ചോദിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഞാൻ പല ഇടവഴികളിൽ നിന്ന് ഇറങ്ങി വരും എന്ന് അമ്മ പറയും. അതിനെല്ലാം വേറെന്തെങ്കിലും കാരണങ്ങളും പറയും. കൈയോടെ പിടികൊള്ളണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ. അമ്മയുടെ പുറകെ ഒരു ദിവസം ഇറങ്ങിത്തിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ഞാൻ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ പോയില്ല. അമ്മയുടെ സ്നേഹത്തോട് പെരുമാറി. അമ്മ എവിടെയും പോവുകയാണെങ്കിൽ അമ്മ പോയിട്ട് വാ, ഇന്ന് ഏത് അമ്പലത്തിലാണ് പോകുന്നത് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും ദൂരെ എവിടെയെങ്കിലും ഉള്ളൊരു അമ്പലത്തിൻ്റെ പേര്, അവിടെ എന്തെങ്കിലും ആഘോഷം ഉണ്ടെന്ന് പറയും. ഞാൻ പറയും പോയിട്ട് വാ അമ്മേ, എപ്പോൾ വരും? 6 മണിക്ക് മുമ്പ് വരണം കേട്ടോ, ഇരുട്ടുന്നതിന് മുമ്പ് വരണമെന്ന് പറയും. ഞാൻ വരാടി എന്ന് പറയും. അങ്ങനെ അമ്മയുടെ ആ ഒരു ദേഷ്യം ഞാനങ്ങ് അലിയിച്ച് കളഞ്ഞു. എങ്കിൽ മാത്രമല്ലേ എനിക്കും പുറകിൽ കൂടി ഒന്ന് പോകാൻ പറ്റുകയുള്ളൂ.
പാത്ത് പാത്ത് പമ്മി പമ്മി ആരെങ്കിലും പോകുമ്പോൾ പൂച്ചകൾ പുറകിപ്പോകില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാനും ഒരു ദിവസം രാവിലെ അമ്മ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി മാടം കൂടെ. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ ഒരു ഇരിക്കപ്പുറതിയില്ല. അന്നത്തെ ദിവസം അമ്മ ഒരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനും ഒരുങ്ങി. അമ്മ ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? ചേട്ടൻ പറഞ്ഞു, ബാങ്കിൽ വരെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഞാൻ ബാങ്കിൽ പോകാൻ ഒരുങ്ങി നേരത്തെ ഇറങ്ങി. എന്നിട്ട് മുൻപ് പറഞ്ഞ ആ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അമ്മ എന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചി ചോദിച്ചു, എന്താണ് നീ ഇങ്ങോട്ട് വന്നത്? വർഷങ്ങളായല്ലോ നീ പടിക്കെട്ട് കയറിയിട്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്ന് എനിക്ക് അമ്മയൊന്ന് നിരീക്ഷിക്കണം. എന്തായാലും ആ ചേച്ചിയുടെ സഹായമില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞത് എനിക്കും അത്ര രസകരമായിട്ട് തോന്നിയില്ല. അമ്മയെക്കുറിച്ച് ക്യൂരിയോസിറ്റി ഉള്ള ഒരാൾ കൂടി വേണം എന്റെ കൂടെ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ചേച്ചി പറഞ്ഞു, നീ നിന്റെ അമ്മയെ നിരീക്ഷിക്കാൻ ഇറങ്ങിയതാണോ? ഇന്ന് എവിടെങ്കിലും പോകുന്നുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, ഇന്നും അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരുങ്ങുന്നത്. അതെന്താടി 10 മണിയാകുമ്പോൾ ഏതമ്പലം എപ്പോഴും പോകാനുള്ളത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഏതോ അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരുങ്ങി നിൽപ്പുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. സന്തോഷില്ലേ ഓട്ടോക്കാരൻ, അവൻ പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്തോളും. നിന്റെ അമ്മ പോകുന്ന വഴിക്ക് ഒന്ന് ചേസ് ചെയ്യുക. ഇനിയിപ്പം വൈകുന്നേരം ആയാലും നിനക്ക് കൊടുക്കാൻ പൈസ കയ്യിലുണ്ടല്ലോ. പൈസയുടെ കാര്യം പ്രശ്നമൊന്നുമില്ല ചേച്ചി, അമ്മ അറിയാതെ ഒന്ന് പിന്തുടർന്നാ മതി. അതിനൊക്കെ അവൻ മിടുക്കനാടി. അവർ ഉടനെ തന്നെ അയാളെ വിളിച്ചു വരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ഞാൻ പുറത്ത്, ദൈവമേ, ഇവരോട് വന്ന് പറഞ്ഞു. ഇനി ഒരാൾ കൂടി അറിഞ്ഞു. പക്ഷേ എന്നാലും എനിക്കെന്തോ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. 2 വശവും മൂടിയ ആ ഓട്ടോയിൽ ഞാൻ കയറിയിരുന്നു. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കാണാം, ദേ അമ്മ ഇറങ്ങി വരുന്നു. 10:20 ബസ്സിനാണ് അമ്മ പോകുന്നത് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ബസ് വന്നു, കൈ കാണിച്ചു. അമ്മ ടൗണിലേക്ക് കയറിപ്പോയി. ഞാനും ആ ഓട്ടോയിൽ ആ ബസ്സിനെ അങ്ങോട്ട് ചേസ് ചെയ്ത് പോയി മാഡം. അവിടെ ചെന്ന് അമ്മ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയത് ഈ പറഞ്ഞ ടൗൺ ഹാളിന്റെ സൈഡിലുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് അമ്മ ആ സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ അതോ വേറെ എവിടെങ്കിലും കയറി പോകാനാണോ ഒന്നും അറിയില്ല. ഓട്ടോ അപ്പുറത്തേക്ക് മാറി സ്ലോ ചെയ്തു. ഞാനാണെങ്കിൽ ഓട്ടോയുടെ ടാർപ്പയ്ക്കിടയിലൂടെ അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കൊച്ചു പെൺകുട്ടി വന്നു. കൊച്ചു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഡിഗ്രിക്കോ PGക്കോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കയ്യിലൊരു ബാഗുമുണ്ട്. ഒരു നല്ല ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. കാണാനൊക്കെ ഒരു സുന്ദരി കുട്ടിയാണ്. അവള് ഓടി വന്ന് അമ്മയുടെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അവർ 2 പേരും കൂടെ അവിടെ നിൽക്കുന്നു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ കൈ കാണിച്ച് അങ്ങ് മുന്നോട്ട് കയറിപ്പോകുന്നു. ഞങ്ങളും അതിന്റെ പുറകെ വിട്ടു. അപ്പോ സന്തോഷ് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, ഇതെന്തോ ഗുലുമാലാന്ന് തോന്നുന്നു കേട്ടോ. നിന്റെ അമ്മയും കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണും തമ്മിൽ എന്താ ഇവിടെ ബിസിനസ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഏട്ടാ, നമുക്ക് പോയി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓട്ടോ ഏകദേശം 5 കിലോമീറ്റർ ഓടി. അത് കഴിഞ്ഞിട്ടില്ലേ, അത് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഒരു ഫ്ലാറ്റ് പോലെയുള്ള കെട്ടിടത്തിന്റെ അവിടേക്ക് പോകുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹോം സ്റ്റേ എന്ന് കണ്ടു. 2 ചെറുപ്പക്കാർ, അതും 30 വയസ്സിന് താഴെയുള്ളവരാണ്, അവിടെ ഇവരെ കാത്തു നിൽപ്പുണ്ട്. കണ്ടപ്പോഴേ അമ്മയും അവളും കൂടെ ഓട്ടോയിൽ നിന്നിറങ്ങി അവരെ ജസ്റ്റ് കൈ കൊടുത്ത് അവിടെ സ്നേഹപ്രകടനം നടത്തുന്നു. അത് കഴിഞ്ഞ ശേഷം അവന്മാരിൽ ഒരാളാണ് ഓട്ടോയ്ക്ക് കാശ് കൊടുത്തത്. ഓട്ടോ തിരിച്ചു വരുന്നു. ഞങ്ങളാണെങ്കിൽ മെയിൻ റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയാണ്. 2 പേരും അവരുടെ കൂടെ കയറിപ്പോകുന്നു ഞങ്ങൾ കാണുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ സന്തോഷ് പറഞ്ഞു, കണ്ടോ, ഇതാണ് അവിടെ നടക്കുന്നത്. ഇനിയിപ്പം നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പൂജയല്ലെന്നും അമ്പലമല്ലെന്നും മോക്ക് മനസ്സിലായില്ലേ? തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല, ചേട്ടനോടെ വെയിറ്റ് ചെയ്യണം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഒന്ന് പോയി നോക്കാം. അത് വേണം മോളെ, റിസ്ക് ആണ്, നമുക്ക് അറിയാത്ത ഇടമാണ്. അത് മാത്രമല്ല ഹോം സ്റ്റേയുമാണ്, വേറെ വല്ല സെക്യൂരിറ്റീസും കാണും. അവിടെ ഇവരെ കടത്തിവിടാൻ പറ്റുമായിരിക്കും, അനുവദിക്കാത്ത ആൾക്കാരെ കടത്തിവിടുമെന്ന് അറിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല, നമുക്ക് കയറിപ്പോകാം. എന്തായാലും ഞാൻ ഒന്ന് കയറിപ്പോകുമെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, പ്രശ്നങ്ങളുണ്ടായാൽ എന്നെ വിളിക്കണമെന്ന് പുള്ളി പറഞ്ഞു. എന്തായാലും 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്കൊന്ന് കയറി ചെന്നു. 2ാം നിലയിലേക്കാണ് അവർ പോയതെന്ന് ഒരു ഊഹമുണ്ട്. പക്ഷെ അവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ഞാൻ 2ാം നിലയിലേക്ക് ചെന്നു. അവിടെ 4-5 ഫ്ലാറ്റുകൾ പോലെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ നടന്നു നോക്കി. അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്ന എവിടെയെങ്കിലും ആയിരിക്കും 2 പേരും ഉള്ളത്, ഒന്ന് നോക്ക് തന്നെ എന്ന് ഞാൻ വിചാരിച്ചാണ് കയറി ചെന്നത്. പക്ഷേ ഞാൻ ആ വരാന്തയിൽ കൂടെ എല്ലാം 2 വട്ടം നടന്നിട്ടും എനിക്ക് ശബ്ദമൊന്നും കേട്ടില്ല.
പക്ഷേ ഒരിടത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അകത്ത് ലൈറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ കുറച്ചു നേരം അങ്ങ് നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ സംസാരം അവ്യക്തമായിട്ട് എനിക്ക് കേൾക്കാം. എന്തോ ഒരു ശബ്ദമോ ഏതാണ്ടൊക്കെ തട്ടിമുട്ടി വീഴുന്നത് പോലെയൊക്കെയുള്ള ശബ്ദങ്ങളും ഒക്കെ കേട്ടു. അകത്ത് എന്തൊക്കെയോ കാര്യമായ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ധൈര്യത്തോടുകൂടി കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ അകത്തെ ശബ്ദമെല്ലാം നിന്നു. ഒരു നിശബ്ദത. 2 മിനിറ്റിന് ശേഷം ടീഷർട്ടും ഒരു ബർമുടയും ഇട്ടുകൊണ്ട് ഒരു ചെക്കൻ, അതും ഞാൻ കണ്ട ആൾ തന്നെയാണ്, അയാൾ വന്ന് വാതിൽ തുറന്നു. ആരാ, എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ അകത്തുണ്ട്, അമ്മയോട് എനിക്ക് അത്യാവശ്യം ഒന്ന് സംസാരിക്കണമെന്ന്. ഇവിടെ അകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു, കോൾ തർക്കിക്കണ്ട, ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് സമ്മതിക്കില്ല, ഇത് ഞാനെടുത്ത ഹോം സ്റ്റേ ആണ്, ഇവിടെ ഒന്നും ആരുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അയാളെ തള്ളി മാറ്റി അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോഴുണ്ട് എൻ്റെ അമ്മ ബെഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞിരുന്നു, ലിപ്സ്റ്റിക്ക് എല്ലാം മാഞ്ഞു പോയിരുന്നു. ഇപ്പോൾ നൈറ്റിലാണ് ഇരിക്കുന്നത്. എന്നെ കണ്ടപ്പോഴേ ചാടി എഴുന്നിട്ട്, നീ എൻ്റെ പുറകെ നടക്കുകയാണോ CID എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ കൂടുതൽ ബഹളം ഉണ്ടാക്കണ്ട, അമ്മ ഇപ്പോൾ ഇറങ്ങി വരണം. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആളും എന്നോട് തടസ്സം പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയും നിങ്ങളും ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഞാൻ കിടന്ന് അലച്ച് വിളിച്ച് ബഹളമുണ്ടാക്കും, എൻ്റെ കൂടെ വേറെ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇത് പുറത്തറിയുന്നതിനേക്കാൾ നല്ലത് അമ്മ ഇപ്പൊ സൈലൻ്റായിട്ട് എൻ്റെ പുറകെ വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് സാരി എടുത്തൊടുത്ത് എൻ്റെ പുറകെ വന്നു. ഓട്ടോയിൽ തല കുനിച്ചിരുന്ന് ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു. വീട്ടിൽ വന്ന് കയറിയപ്പോഴേ അമ്മ എന്നെ അടപടലം തെറി വിളിക്കാൻ തുടങ്ങി. നിനക്ക് എന്തിന്റെ കേടാണ്, നിനക്ക് വീട്ടിലൊരു ഭർത്താവില്ലേ, അവന്റെ ഡാഷും കണ്ടുകൊണ്ടിരുന്നാ പോരെ. ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവ് ഇവിടെ അല്ലല്ലോ, ഗൾഫിലാണ്. ഡാഷ് കാണണോ അല്ലെങ്കിൽ ഡാഷ് ഉപയോഗിക്കണോന്ന് ഞാൻ തീരുമാനിക്കാം. അമ്മ ഇപ്പോൾ എന്തിനു പോയതാ എന്നമ്മ പറയൂ. പിന്നെ അമ്മ ഇതിന് പോകുന്ന എന്നോട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേനെ. ഇത്രയും ബിൽഡപ്പ് ഒന്നും ഉണ്ടാക്കി അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് ദിവസവും ഇങ്ങനെ തുള്ളാൻ പോയി കഴിഞ്ഞാൽ ആർക്കാലും സംശയം തോന്നില്ലേ. അമ്മ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വേറെന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പം തെളിവോടുകൂടി വീഡിയോയോടുകൂടി ഞാൻ അങ്ങോട്ട് കയറിപ്പോകുന്നതും എല്ലാം പകർത്തി വെച്ചിട്ടുണ്ട്. അമ്മ സത്യം പറ, എന്താ അവിടെ നടക്കുന്നതെന്ന്. കണ്ടതല്ലേടി അവിടെ എന്താ നടക്കുന്നതെന്ന്. നല്ല ചോര നീരുള്ള ചെറുപ്പക്കാർക്ക് എന്നെ ആവശ്യമുണ്ട്, എനിക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. അമ്മയുടെ കൂടെയുള്ള ആ പെൺകുട്ടി കോളേജിലോ മറ്റോ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടിയെയും അമ്മ വഴി തെറ്റിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, പിന്നെ അവളെ ആര് വഴി തെറ്റിക്കാൻ, അവളാണ് എന്നെ വഴി തെറ്റിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അമ്മ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് ആയതെന്ന്. അപ്പോഴാണ് അമ്മ യഥാർത്ഥ സംഭവം പറഞ്ഞത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞാനില്ലാത്തത് കൊണ്ട് സൂപ്പർ മാർക്കറ്റിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ തനിച്ചല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ഈ പെൺകുട്ടിയെ. കോളേജിൽ പോകാതെ ബാഗ് തൂക്കി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, നീ കോളേജിൽ പോകുന്നില്ലേന്ന്. അപ്പൊ അവള്, ഇല്ല ആന്റി, ഇന്നും പോകുന്നില്ല, ഇന്നൊരാളെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കാകെ സംശയമായി. അപ്പോ അമ്മ അവളെ ക്വസ്റ്റ്യൻ ചെയ്ത് തിരുത്താൻ നോക്കിയതാണ്. പക്ഷേ പെൺകുട്ടി ഉടനെ അമ്മയോട് പറഞ്ഞു, വാ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അന്ന് അമ്മ അവളെ ഉപദേശിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവള് ഇതിന്റെ ഗുണഗണങ്ങൾ അങ്ങ് പറഞ്ഞു. ഞാൻ പലപ്പോഴും കോളേജിൽ പോകും, അല്ലാത്തപ്പോൾ നല്ല ചെറുപ്പക്കാരുണ്ട്, അവരുടെ കൂടെ പല സ്ഥലങ്ങളിലും പോകും. കിട്ടുന്ന ക്യാഷ് അത് 30,000, 40,000, 50,000 ഒക്കെയാണ്. ഇത്തിരി പ്രായം കൂടിയവരാണെങ്കിൽ പറയാൻ പറ്റില്ല, എത്ര വേണമെങ്കിലും തരും. ഇപ്പൊ തന്നെ 15 പവൻ സ്വർണ്ണാഭരണം ഞാൻ ഉണ്ടാക്കി. അടുത്ത വർഷം ഇഷ്ടപ്പെട്ട PGക്ക് പോണം. കല്യാണം കഴിക്കുന്നത് വരെ, നല്ലൊരു ജോലി കിട്ടുന്നത് വരെ ഞാൻ അടിച്ചു പൊളിക്കും. ഇനിയിപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞാൻ സമ്പാദിക്കും ആന്റി എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് ഇതിന്റെ ഗുണഗണങ്ങൾ അങ്ങ് വർണ്ണിച്ചു. അത് കേട്ടപ്പോൾ ഉപദേശിക്കാൻ ചെന്ന അമ്മ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇവള് പറഞ്ഞതാണോ ശരി, അതോ വീട്ടിലടങ്ങിയിരുന്ന് അവളെ ഉപദേശിക്കുന്ന ഞാനാണോ ശരിയെന്ന്. അമ്മ അവളെ ഉപദേശിക്കുന്നതിന് പകരം അവൾ അമ്മയെ ഉപദേശിച്ചു. എന്റെ ആന്റി, ഇങ്ങനെ കുത്തിയിരിക്കരുതേ, ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പോഴും ചെറുപ്പമല്ലേ. അത് മാത്രമല്ല, ആന്റിയുടെ പ്രായത്തിലുള്ള ആൾക്കാരെയൊക്കെ എത്ര ആൾക്കാർക്ക് എത്രയോ ഇഷ്ടമാണ്. നോക്ക്, എൻ്റെ ചില ഫ്രണ്ട്സിനെ കണ്ടു നോക്ക്, അവരൊക്കെ ആന്റി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ
പൂവിട്ട് പൂജിക്കും. അവരുടെയൊക്കെ പെർഫോമൻസും മറ്റു കാര്യങ്ങളും ആൻറ്റി ഒന്ന് കണ്ടു നോക്ക്, വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയെ കാണിച്ചു. അമ്മ അത് കണ്ട് മൂക്കത്ത് വിരൽ വെച്ചു. ചായ കുടിച്ച് പിരിഞ്ഞ അവർ പിന്നീട് വാട്സാപ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്തു. അവളങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ്. വെറുതെ ഇരിക്കല്ലേ ആൻറ്റി, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കുളം വറ്റിപ്പോകും, നീരുറവ വേണ്ടേ, അതുകൊണ്ടാണ്. ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ ആൻറ്റിയുടെ ജന്മം വെറുതെ മരുഭൂമിയിലെ പാറക്കല്ല് പോലായി പോകുമെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഓർത്തു, എങ്കിൽ പിന്നെ നീരുറവ ഒന്ന് മിനുക്കിയെടുക്കാം എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ അമ്മ കാണാത്ത കാടും മേടും കൊമ്പന്മാരെയും കൊമ്പും വമ്പും ഒക്കെ കണ്ടു. ഒന്നും രണ്ടുമല്ല, 8 മാസത്തിനിടയ്ക്ക് 150 പ്രതിഷ്ഠകൾ അമ്മ അവളുമായി ചേർന്ന് കൈവണങ്ങി. അത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പൈസയൊക്കെയോ? അപ്പൊ അമ്മ പറഞ്ഞു, ആദ്യത്തെ ഒരു 10 അവൾ പാവമല്ലേ എന്ന് കരുതി അവൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷമുള്ളതൊന്നും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾക്ക് കിട്ടുന്നതിന്റെ പകുതിയിൽ എനിക്ക് കിട്ടുന്നുള്ളൂ. ഞാൻ എന്തിനാണ് വെറുതെ അവൾക്ക് കൊടുക്കുന്നത്? അവൾക്കത് വേണമെന്നുമില്ല. ഇപ്പോൾ എന്റെ പൈസ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ബാങ്കിലൊന്നും ഇട്ടിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ കാണിച്ചു. എന്റെ ദൈവമേ, റിസർവ് ബാങ്കിൽ പോലും ഇത്രയും നോട്ടുകെട്ടുകൾ കാണില്ല. ഞാനത് കണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരോട് പറയാനാണ്. പക്ഷേ ഞാൻ ഒരബദ്ധവും കാണിച്ചല്ലോ. സിന്ധു ചേച്ചിയും സന്തോഷിനെയും ഒക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞത് കൊണ്ട് നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പാട്ടായി. ഞാൻ പോയി അമ്മേ 2 ആണുങ്ങളുടെ നടുവിൽ നിന്നും ലോഡ്ജിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു എന്നായി വാർത്തകൾ. അത് കറക്റ്റ് തന്നെയാണല്ലോ. പക്ഷേ ഞാനത് എല്ലാവരോടും നിഷേധിച്ചു. എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും സിന്ധു ചേച്ചിയും സന്തോഷും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വൈറൽ വാർത്തകളും അവര് വിതരണം ചെയ്തു. എന്റെ സഹോദരൻ വരെ വിളിച്ചോദിച്ചു. ആ സമയത്ത് അമ്മയ്ക്കാകെ നാണക്കേടായി. അമ്മ എന്നോട് പറഞ്ഞു, നീ അത് കള്ളമാണെന്ന് പറയണം, വേറെന്തെങ്കിലും കഥ ഉണ്ടാക്കി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ചുമ്മാതെ ഇറങ്ങി അങ്ങ് പോവുകയാണ്, അമ്പലത്തിലാണ്, അവിടാണ് ഇവിടാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ ഞാൻ അമ്പലത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ന്യായീകരിച്ചു. എന്റെ അമ്മയല്ലേ, അങ്ങനെ ഞാൻ പറയാൻ പറ്റുമോ മാഡം? എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇവിടുന്ന് ഇനി പുറത്തിറങ്ങല്ലെന്ന്. മാഡം, അമ്മ പക്ഷേ ഇപ്പൊ കുറച്ചുനാള് അടങ്ങിയൊക്കെ ഇരുന്നു. അമ്മ ഇപ്പോൾ പറയുകയാണ്, പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പുറത്തിറങ്ങുന്നില്ല. ഈ വീട്ടിലേക്ക് കോണ്ടാക്ട് ഉപയോഗിച്ച് രാത്രി ആരും അറിയാതെ നല്ല ചെറുപ്പക്കാർ വരാൻ സമ്മതിക്കണം. കൂടെ നിനക്കൊരു റിലാക്സേഷൻ ആകും. നിന്റെ പോങ്ങൻ ഭർത്താവിനേക്കാൾ നല്ലതായിരിക്കും അവർ, വെറൈറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയാണ് മാഡം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോ ഞാനും ആകെ കൺഫ്യൂഷനിലാണ്. മാഡം പെട്ടെന്ന് മറുപടി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ചിലപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും വീഡിയോയുടെ ടൈറ്റിലും അതേപോലെ ചിലപ്പോൾ സംസാരമൊക്കെ ഇംഗ്ലീഷിലങ്ങാകും. ഇംഗ്ലീഷിലാരോ സംസാരിക്കുന്ന പോലെയാണ് പലപ്പോഴും ഇപ്പോൾ വീഡിയോ കയറി വരുന്നത്. അത് യൂട്യൂബിൽ ഉണ്ടായിരിക്കുന്നൊരു മാറ്റമാണ്, ഓട്ടോ ഡബിങ്. അപ്പോൾ അങ്ങനെ വല്ലതും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ സൈഡിൽ ഇങ്ങനെയൊരു സെറ്റിങ്സ് ഇല്ലേ, അതിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് താഴെ വരുമ്പോഴേക്കും ഓഡിയോ ഇങ്ങനെ മാറ്റാനുള്ളൊരിതുണ്ട്. കാര്യം ഓഡിയോ US ആയിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് കിടക്കുന്നത്, താഴേക്ക് മാറ്റി മലയാളമാക്കാനുള്ള ആ ഒരു ഓപ്ഷനുണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ ശബ്ദം കേൾക്കാം. ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മൾ മിസ്സാകുന്നുണ്ട്. കാര്യം കേൾക്കുമ്പം ഇംഗ്ലീഷിലാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അതങ്ങനെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേളിൽ ചെന്നിട്ട് ഈ ഒരു സെറ്റിങ്സ് വീഡിയോയുടെ സൈഡിലാണ് മുകളിലായിട്ട്, അവിടെ നിന്ന് അത് മാറ്റി യഥാർത്ഥ ശബ്ദം കേൾക്കണം. അപ്പോൾ അതിന് കൺഫ്യൂഷനാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് മറുപടി എന്ന് പറയുമ്പോഴേക്കും എന്തായാലും നിങ്ങൾ അമ്മയുടെ വഴിക്ക് ഇറങ്ങിത്തിരിക്കേണ്ട. അമ്മ ഇങ്ങനെ പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും താല്പര്യം തോന്നാം. കാര്യം ആ പെൺകുട്ടി പ്രലോഭിപ്പിച്ചപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് താല്പര്യം തോന്നിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് നേരായ വഴിയല്ല, തെറ്റായ വഴിയാണ്. ദാമ്പത്യ ജീവിതവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അമ്മയ്ക്ക് വേണമെങ്കിൽ പുതിയൊരാളെ കണ്ടുപിടിച്ച് വിവാഹത്തിന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഒന്നിനും പോകരുത്. പോകേണ്ടത് നിങ്ങൾ അമ്മയും കൂടെ ഒരു കൗൺസിലിങ്ങിനാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്.